തനിക്ക് മുകളിൽ ഇനി ഒന്നും വട്ടമിട്ട് പറക്കില്ല എന്ന് ഉറപ്പിക്കാം വി.ഡി. സതീശന്. അതുകൊണ്ടാണല്ലോ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് മലക്കം മറിഞ്ഞത്, നിമിഷങ്ങൾക്കുള്ളിൽ മലക്കം മറിഞ്ഞത്. വോട്ടെണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു PV അൻവറിന് എതിരെ വി.ഡി. സതീശൻ്റെ നിലപാടുകൾ ശരിയായിരുന്നില്ല, PV അൻവറിനെ ഒപ്പം കൂട്ടിയിരുന്നുവെങ്കിൽ ഷൗക്കത്തിൻ്റെ ഭൂരിപക്ഷം 25-നും മുകളിൽ, അതായത് 25,000-നും മുകളിൽ പോയേനെ എന്നൊക്കെ സണ്ണി ജോസഫ് പറഞ്ഞു. എന്നിട്ട് തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം കഴിഞ്ഞു. 11,077 വോട്ടുകൾക്ക് ആര്യടൻ ഷൗക്കത്തിൻ്റെ വിജയം പ്രഖ്യാപിച്ചു കഴിഞ്ഞ് അടുത്ത മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എൻ്റെ വാക്കുകളെ വളച്ചൊടിച്ചു, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല, ഇനി അൻവറിൻ്റെ കാര്യമൊക്കെ തീരുമാനിക്കുന്നത് UDFൻ്റെ യോഗം ചേർന്നതിന് ശേഷമായിരിക്കും. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തനിക്ക് മുകളിൽ ഇനി ഒന്നും വട്ടമിട്ട് പറക്കില്ല എന്ന് വി.ഡി. സതീശന് ഉറപ്പിക്കാം. വി.ഡി. സതീശൻ്റെ രാഷ്ട്രീയ കരുനീക്കങ്ങളാണ് നിലമ്പൂരിൽ വിജയിച്ചതെന്ന് വി.ഡി. സതീശൻ പറയാതെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എന്താണ് അദ്ദേഹത്തോട് കഴിഞ്ഞ ദിവസം മനോരമ ലേഖകൻ ചോദിച്ചു, ഇതിൻ്റെ ക്രെഡിറ്റ് ആർക്കാണ് കൊടുക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഉത്തരം ആണ് രസകരം. ഇതിൻ്റെ ക്രെഡിറ്റ് UDF ടീമിനാണ് എന്നല്ല പറഞ്ഞത്, പതിവ് പോലെ ഞാൻ ഇതിൻ്റെ ക്രെഡിറ്റ് UDF ടീമിന് കൊടുക്കുകയാണെന്നാണ്. പതിവ് പോലെ ഇതിൻ്റെ ക്രെഡിറ്റും ഞാൻ UDF ടീമിന് കൊടുക്കുക, അതായത് ഞാൻ ഇതിൻ്റെ ക്രെഡിറ്റ് ഒന്നും എടുക്കുന്നില്ല, ഇതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ UDF ടീമിന് കൊടുക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ വാക്കുകൾക്കുള്ളിൽ തന്നെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ സ്വാർത്ഥതയും താൻപൊരിമയും ഒക്കെ. അതുകൊണ്ടാണ് വി.ഡി. സതീശനെ ഒരു വിഭാഗം കോൺഗ്രസ്സുകാരും ആളുകളൊന്നും അത്ര കണ്ട് ഇഷ്ടപ്പെടാത്തത്. എങ്കിലും എങ്ങനെയോ ഒക്കെയോ വിജയമന്ത്രങ്ങൾ, അദ്ദേഹത്തിൻ്റെ വിജയതന്ത്രങ്ങൾ ഫലവത്താകുന്നു. അതിന് മറ്റൊരു കാരണം, ഈ നിലമ്പൂരിൽ PK കുഞ്ഞാലിക്കുട്ടിയൊക്കെ 19 വർഷത്തിന് ശേഷമാണ് വീടാന്തരം കയറി ഇറങ്ങി വോട്ട് പിടിക്കുന്നത്. എന്നിട്ട് PK കുഞ്ഞാലിക്കുട്ടി പറയുകയും ചെയ്യുന്നു, ആര്യടൻ ഷൗക്കത്ത് ലീഗിൻ്റെ സ്ഥാനാർത്ഥിയാണ്, അതുപോലെ വോട്ട് പിടിക്കണം എന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്യുകയും ചെയ്തിരുന്നു. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവർ മഹാഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലത്തിൽ ഇത് കോൺഗ്രസിൻ്റെ സതീശനാണോ ലീഗിൻ്റെ PK കുഞ്ഞാലിക്കുട്ടിയാണോ സ്റ്റാർ എന്ന് ചോദിച്ചാൽ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറയാം PK കുഞ്ഞാലിക്കുട്ടി തന്നെയാണ് സ്റ്റാർ. അതുകൊണ്ട് ഈ വി.ഡി. സതീശൻ പറഞ്ഞു പോകുന്നതാണ് UDF ടീമിനാണ് ഇതിൻ്റെ ക്രെഡിറ്റ് എന്ന്. ഞാൻ പറഞ്ഞു വരുന്നത് സണ്ണി ജോസഫിൻ്റെ കാര്യം തന്നെയാണ്. മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങളൊക്കെ പത്രത്തിലും ടെലിവിഷനിലും ഒക്കെ മാറി മാറി കേട്ട് തഴമ്പിച്ച കാര്യം. സണ്ണി ജോസഫ് ഈ അടുത്ത കാലത്താണ് K. സുധാകരനെ പുറത്താക്കിയ ശേഷം വി.ഡി. സതീശനും KC വേണുഗോപാലും ഒക്കെ പാലം വലിച്ചും പാരപണിതും K. സുധാകരനെ പടിയടച്ച് ഇറക്കി വിട്ട ശേഷമാണ് സണ്ണി ജോസഫിനെ അവിടെ അവരോധിക്കുന്നത്. ഒരു റബ്ബർ സ്റ്റാമ്പ്, ഒരു മണവുമില്ല ഗുണവുമില്ലാത്തൊരു പ്രോഡക്റ്റിനെ വാങ്ങി വീട്ടിൽ വെക്കുന്നത് പോലെ കൊണ്ട് വെച്ചതാണ് സണ്ണി ജോസഫിനെ. സണ്ണി ജോസഫ് തങ്ങൾക്ക് മുകളിൽ കയറി ഒന്നും പറയുകയില്ല എന്ന് തന്നെയാണ് വി.ഡി. സതീശനും KC വേണുഗോപാലും ഒക്കെ കരുതിയിരിക്കുന്നതും അങ്ങനെ തന്നെയാണ് അവരുടെ വിശ്വാസം. എന്നാൽ ഇന്നലെ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണിക്കൊണ്ടിരിക്കുമ്പോഴാണ് സണ്ണി ജോസഫ് മാധ്യമങ്ങൾക്ക് മുന്നിൽപ്പെടുന്നതും ചോദ്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നതും. വേറെ ആരുടെടുത്തും ആലോചിക്കാനുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ താൻ എന്തെങ്കിലും പറയണം. അപ്പോൾ കള്ളമില്ല, പിള്ള മനസ്സിൽ കള്ളമില്ല എന്ന് പറഞ്ഞതുപോലെ കള്ളമില്ലാതെ സത്യസന്ധമായി സണ്ണി ജോസഫ് പറഞ്ഞു, അൻവറിനെ ഒപ്പം കൂട്ടിയിരുന്നുവെങ്കിൽ, അൻവർ ഒപ്പം നിന്നിരുന്നുവെങ്കിൽ ഭൂരിപക്ഷം മഹാഭൂരിപക്ഷമായനെ, 25-നും മുകളിൽ പോയേനെ, അതായത് 25,000 വോട്ടുകൾക്ക് മുകളിൽ ഷൗക്കത്ത് വിജയിച്ചേനെ എന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വന്നത്. അത് വാസ്തവം തന്നെയാണ്. കാരണം UDFൻ്റെ വോട്ട് നോക്കുക, UDFിൽ ലഭിക്കേണ്ട വോട്ടുകളാണ് അൻവർ പിടിച്ചുകൊണ്ടുപോയത്. അൻവർ പിണറായി സത്തിനെതിരെയും മരുമോനിസത്തിനെതിരെയും ഒക്കെ ആദ്യമൊക്കെ ആഡംബരം പറഞ്ഞു. ഇപ്പോഴും അൻവർ പറയുന്നത് എനിക്ക് കിട്ടിയ വോട്ട് പിണറായി സത്തിനെതിരെയുള്ള വോട്ടെന്നൊക്കെ അൻവർ പറഞ്ഞു വയ്ക്കുമെങ്കിലും അൻവറിൻ്റെ അവസാനത്തെ പോരാട്ടം നമ്മളെല്ലാവരും കണ്ടതാണ്. ആർക്കെതിരെയായിരുന്നു? സതീശനെതിരെയായിരുന്നു. സതീശൻ ഉള്ളിടത്തോളം കാലം ഞാൻ UDFിൽ കയറില്ല എന്ന് തന്നെയായിരുന്നു വെല്ലുവിളി. ഇപ്പോഴും സതീശനെ വളഞ്ഞ വഴിക്ക് വീണ്ടും ഓടിച്ചിട്ട് പിടിക്കാൻ അൻവർ ശ്രമിക്കുന്നു എന്ന് നമുക്ക് തോന്നും. കാരണം ഒരു രാഷ്ട്രീയ നിലപാടും PV അൻവർ കാണിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ. സ്വന്തം കാര്യം സിന്ദാബാദ്. അതുപോലെ തന്നെയാണ് സണ്ണി ജോസഫ് പറയുന്നത് PV അൻവറിനെ ഇറക്കി വിട്ടത് അൻവറാണ്. PV അൻവർ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കരുത്, VS ജോയിയെ, അവിടുത്തെ DCC പ്രസിഡന്റ് VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെട്ടു. അത് നടപ്പിലായില്ല. വീണ്ടും ചർച്ചകൾക്കും സാവകാശമുണ്ടായിരുന്നു. ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപാധി അംഗീകരിക്കാം, തെരഞ്ഞെടുപ്പ് കഴിയട്ടെ, നമുക്കൊപ്പം നിൽക്കൂ എന്നൊരു വാക്ക് പറഞ്ഞിരുന്നുവെങ്കിൽ, നല്ല വാക്ക് പറഞ്ഞിരുന്നുവെങ്കിൽ അൻവർ മറ്റ് കോലാഹലങ്ങൾക്ക് പോകാതെ ഒപ്പം നിന്നേനെ. സ്ഥാനാർത്ഥിത്വമോ അതൊന്നും അദ്ദേഹം ആഗ്രഹിച്ചതുപോലുമില്ല. പക്ഷേ അദ്ദേഹത്തെ കൊണ്ട് അത് നിർബന്ധിതനാക്കിയതാണ്. അതിന് നിർബന്ധിതനാക്കിയത് പിണറായി വിജയനാണോ? ഞാൻ കള്ളം പറയുന്നതാണ്. പിണറായി വിജയൻ പറഞ്ഞിട്ടാണോ? പിണറായി വിജയൻ എന്തെങ്കിലും പറഞ്ഞിട്ടാണോ അൻവർ സ്ഥാനാർത്ഥിയായത്? അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരുമോൻ മുഹമ്മദ് റിയാസ് പറഞ്ഞിട്ടാണോ PV അൻവർ സ്ഥാനാർത്ഥിയായത്? ഇടതുമുന്നണിയിലെ ആരെങ്കിലും പറഞ്ഞിട്ടാണോ PV അൻവർ സ്ഥാനാർത്ഥിയായത്? ഇടതുമുന്നണിയെ വെല്ലുവിളിച്ചിട്ടാണോ PV അൻവർ സ്ഥാനാർത്ഥിയായത്?
ഇല്ല, വി ഡി സതീശനെ വെല്ലുവിളിച്ചിട്ടാണ് പി വി അൻവർ സ്ഥാനാർത്ഥിയായത്. ഇത് കൃത്യമായി സണ്ണി ജോസഫിന് അറിയാം. പി വി അൻവർ അവിടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ സ്ഥാനാർത്ഥിയാകുന്നു, മത്സരിക്കുന്നത്, രാവിലെ ഒരു പത്രസമ്മേളനം, വൈകിട്ട് മറ്റൊരു തരത്തിൽ പത്രസമ്മേളനം, പിറ്റേന്ന് രാവിലെ, കാലത്ത്, ഉച്ചയ്ക്ക്, വൈകിട്ട്, അങ്ങനെ മരുന്ന് കഴിക്കുന്ന മാതിരി പത്രസമ്മേളനങ്ങളും മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടലുമൊക്കെയായി പി വി അൻവർ നടത്തിയ ഘോഷയാത്രയും ഘോരഘോര പ്രകടനങ്ങളും നമ്മൾ കണ്ടതല്ലേ. എന്നിട്ട് സണ്ണി ജോസഫ് അത് മനസ്സിലാക്കാതിരിക്കുമോ? സണ്ണി ജോസഫ് അത് മറന്നുപോയിട്ടില്ല. സണ്ണി ജോസഫ് അക്കാര്യം മറന്നുപോയിട്ടില്ല. കാരണം എന്താണ്? നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ തലയിൽ മുണ്ടിട്ട് പാതിരാ സന്ദർശനത്തിന് പോയത് ആർക്കെങ്കിലും മറക്കാൻ കഴിയുമോ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്? അപ്പോൾ പി വി അൻവർ ഇപ്പോൾ പറയുന്നത് എന്താണ്? പി വി അൻവർ ഇപ്പോൾ കളം മാറ്റി പിടിക്കുന്നുണ്ട്. അത് വീണ്ടും സതീശനെ ചാക്കിട്ട് എങ്ങനെയെങ്കിലും യു ഡി എഫിനുള്ളിൽ കയറിപ്പറ്റാനുള്ളതാണ്, കയറിപ്പറ്റാൻ വേണ്ടിയുള്ള ശ്രമമാണ്. അതാണ് പറഞ്ഞ രാഷ്ട്രീയ നിലപാടില്ലാത്ത അവസ്ഥ. അത് മാറ്റി നിർത്താം, വി ഡി സതീശനെയും മാറ്റി നിർത്താം. വി ഡി സതീശൻ്റെ ആദ്യ നിലപാടുകൾ, ആര്യാടൻ ഷൗക്കത്തിനെ പി വി അൻവർ തള്ളിപ്പറഞ്ഞപ്പോൾ വി ഡി സതീശൻ പറഞ്ഞു, അങ്ങനെ തള്ളിപ്പറയുന്ന ആളുകൾ നമ്മുടെ കൂടെ വേണ്ട, അയാൾക്കെതിരെ വാതിലടച്ചു എന്ന് കർക്കശമായി പറഞ്ഞു. ആ പറച്ചിലിൽ നിന്നാണ് പി വി അൻവർ ദേഷ്യം കൊണ്ട് സതീശൻ ഇരിക്കുന്നത്. സതീശൻ പിണറായിയേക്കാൾ ദ്രോഹിയാണ്, പിണറായിയേക്കാൾ മോശപ്പെട്ട ആളാണ് എന്ന് വരെ പി വി അൻവർ പറഞ്ഞിട്ടില്ലേ? അങ്ങനെ സതീശനെ വെല്ലുവിളിച്ചിട്ടാണ് പി വി അൻവർ സ്ഥാനാർത്ഥിയായത്. പോട്ടെ, തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിൻ്റെ 2 ദിവസം മുമ്പ് പി വി അൻവർ പറഞ്ഞത് എന്താണ്? ഷൗക്കത്ത് തോൽക്കുമെന്നല്ലേ പറഞ്ഞത്? ഷൗക്കത്ത് തോൽക്കും, ഷൗക്കത്തിൻ്റെ വോട്ട് ഞാൻ പിടിക്കുമെന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് റിസൾട്ട് വന്നപ്പോൾ പി വി അൻവർ കളം മാറ്റി ചവിട്ടി. അതും പോട്ടെ, പി വി അൻവറിൻ്റെ രാഷ്ട്രീയ നിലപാട്. ഞാൻ പറയുന്നത് സണ്ണി ജോസഫിൻ്റെ കാര്യമാണ്. പാവം സണ്ണി ജോസഫ് പേടിച്ചു പോയി. സണ്ണി ജോസഫിന് അറിയാം എന്ത്, പി വി അൻവർ സ്ഥാനാർത്ഥിയായത് വി ഡി സതീശനോടുള്ള എതിർപ്പ് കൊണ്ടാണ്. വി ഡി സതീശൻ്റെ നിലപാടുകളാണ് പി വി അൻവറിനെ മുന്നണിയിലേക്ക് പ്രവേശനം യു ഡി എഫിൻ്റെ മുന്നണി പ്രവേശനമോ യു ഡി എഫുമായി സഹകരിക്കുന്നതിനോ പി വി അൻവറിന് തടസ്സമായി നിന്നത് വി ഡി സതീശൻ്റെ ഇടപെടലുകളാണ്. രമേശ് ചെന്നിത്തലയും പി കെ കുഞ്ഞാലിക്കുട്ടിയും കെ സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പല ഊരു പറഞ്ഞിട്ടും സതീശൻ വഴങ്ങിയില്ല. കാരണം എന്താണ്? ഒരു 50 കോടി അഴിമതിയുടെ കാര്യം കിടക്കുകയാണല്ലോ. സതീശന് പി വി അൻവറിനെ അത്ര ഇഷ്ടമല്ല. പി വി അൻവർ വന്നു കഴിഞ്ഞാൽ മുന്നണി കുളമാകും, പി വി അൻവർ 5 സീറ്റ് ചോദിക്കും, ആകെ പൊല്ലാപ്പാകും. ഇതൊക്കെ സതീശൻ മുൻകൂട്ടി കണ്ടതുകൊണ്ടോ സതീശന് ഇത് ഇഷ്ടമില്ലാത്തതുകൊണ്ടോ സതീശൻ പി വി അൻവറിനെ അടുപ്പിച്ചില്ല, ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തു. അപ്പോൾ പി വി അൻവർ മാറി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു. എന്നിട്ട് തന്നെ സ്വതന്ത്രനായി മത്സരിച്ചു. തൃണമൂലിൽ മത്സരിച്ചാൽ എന്താണ് കുഴപ്പം? തൃണമൂലിൽ മത്സരിക്കാത്തത് തോറ്റു കഴിഞ്ഞാൽ പാർട്ടിക്ക് നാണക്കേട്. അതുകൊണ്ട് സ്വതന്ത്രനായി മത്സരിച്ചു. തൃണമൂൽ പാർട്ടിക്ക് നാണക്കേട് വരില്ലല്ലോ. അത് മമതാ ബാനർജിയെ അൻവർ പറഞ്ഞ് ബോധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതും അൻവറിൻ്റെ കാര്യം. സണ്ണി ജോസഫ് പറഞ്ഞത് എന്താണ്? സണ്ണി ജോസഫ് കൃത്യമായി പറഞ്ഞു, അൻവറിനെ ഒപ്പം നിർത്തിയിരുന്നുവെങ്കിൽ അൻവർ പിടിച്ച എത്ര വോട്ടാണ്? 19,970 വോട്ട്. 19,970 വോട്ട് എന്ന് പറഞ്ഞാൽ വെറും മോശപ്പെട്ട സംഖ്യയല്ല. അതായത് ഏകദേശം 20,000 വോട്ട് പിടിച്ചു. 20,000 വോട്ട് അൻവർ പിടിച്ചു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ അൻവർ 20,000 വോട്ട് പിടിച്ചു. 9 വർഷം അവിടെ MLA ആയിരുന്നുകൊണ്ട് ജനങ്ങളുമായി ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് മാത്രം ഇങ്ങനെ വോട്ട് കിട്ടില്ല. അതായത് അൻവറിന് അത്രയും സ്വാധീനമുള്ള മണ്ഡലമാണ്. അൻവർ ഇത്രയും വോട്ട് പിടിച്ചു. ആ വോട്ട് കൂടി ആർക്ക് കിട്ടിയേനെ? ഷൗക്കത്തിന് കിട്ടിയേനെ. ആ സത്യമാണ് സണ്ണി ജോസഫ് മറ്റാരടുത്തും കൂടി ആലോചിക്കാതെ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞത്. ഉടനെ കോങ്ങയ്ക്ക് ക്ലിപ്പിട്ടു സതീശൻ. മര്യാദയ്ക്ക് ഇരുന്നോണം. നിങ്ങളെ പിടിച്ച് KPCC പ്രസിഡന്റ് ആക്കിയത് ഇങ്ങനെ വായിൽ തോന്നുന്നത് വിളിച്ചു പറയാൻ വേണ്ടിയല്ല. ഞങ്ങൾ എഴുതി തരും, അല്ലെങ്കിൽ ഞങ്ങൾ പറയും. ഞങ്ങൾ പറയുന്നത് അങ്ങോട്ട് പറഞ്ഞാൽ മതി. അപ്പോൾ പിന്നെ പ്ലേറ്റ് മാറ്റി സണ്ണി ജോസഫും വി ഡി സതീശൻ പറയുന്ന മാതിരി അൻവറിൻ്റെ ഒരു എഫക്റ്റും ഞങ്ങൾക്കില്ല. അൻവർ പിടിച്ച വോട്ടൊക്കെ ഇടതുമുന്നണി വോട്ടാണ്. അൻവർ ഞങ്ങളുടെ യാതൊന്നും തട്ടിക്കൊണ്ടുപോയിട്ടില്ല. അൻവറിൻ്റെ മുന്നണി പ്രവേശനം ഇനി എന്താണ്, UDF ചേർന്ന് ആലോചിക്കും, അത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയതാണ് എന്നൊക്കെ പറഞ്ഞ് മലക്കം മറിഞ്ഞു. അഴകുഴമ്പൻ എന്ന് പറഞ്ഞാൽ ഇതാണ് അഴകുഴമ്പൻ. അപ്പോൾ സണ്ണി ജോസഫിനെ റബ്ബർ സ്റ്റാമ്പാക്കി വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. സണ്ണി ജോസഫ് നിഷ്കളങ്കമായി വളരെ സത്യസന്ധമായ ഒരു കാര്യം വിളിച്ചു പറഞ്ഞു. അതിന് പൂട്ട് വീഴുകയും ചെയ്തു. സതീശൻ പൂട്ടിടുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, സതീശൻ്റെ മുകളിൽ ഇനി ആരും വട്ടം ചുറ്റി പറക്കില്ല. ഇനി ഒരു KC വേണുഗോപാലുണ്ട്. KC വേണുഗോപാലും ജാഗ്രത പാലിക്കുക. ഈ പറവൂരുകാരൻ അത്ര ചില്ലറക്കാരനൊന്നുമല്ല. താങ്കളെയും പാര വെച്ച് പുറത്ത് ചാടിക്കുവാനുള്ള ബുദ്ധിയൊക്കെ വി ഡി സതീശൻ്റെ കയ്യിലുണ്ട്. അതിന് കനകോലുവിൻ്റെ ബുദ്ധിയും കൊണ്ട് നടക്കുന്ന രാഹുൽ ഗാന്ധിക്കൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല വി ഡി സതീശനെ. അമ്മാതിരിയാണ് സണ്ണി ജോസഫിനെ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് വെട്ടി നിരത്തി കളഞ്ഞത്.